ഹരേ കൃഷ്ണ. ഇന്ന് മെയ് മാസത്തിലെ കൃഷ്ണനാട്ടം കളികളെക്കുറിച്ച് പറയാനാണ് വീഡിയോ ചെയ്യുന്നത്. ഗുരുവായൂർ ക്ഷേത്രവുമായി അവിഭാജ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിശിഷ്ട കലാരൂപമാണ് കൃഷ്ണനാട്ടം. 17-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രാജാവിനാൽ വിഭാവനം ചെയ്യപ്പെട്ട ഈ നൃത്തകല ഭക്തിയും കലയും ഒത്തുചേരുന്ന അപൂർവ കാഴ്ചയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തുള്ള വടക്കു ഭാഗത്ത് വെച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത്. കഥകളിയോട് സാമ്യമുള്ള വേഷമാണെങ്കിലും കിരീടത്തിലും മുഖത്തെ ചുട്ടിയിലും വസ്ത്രങ്ങളിലും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. പല കഥാപാത്രങ്ങളും മനോഹരമായ മുഖംമൂടികൾ ധരിച്ചാണ് വരുന്നത്. പാട്ടുകൾ പൂർണ്ണമായും സംസ്കൃതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതിൻ്റെ സംസ്കൃതം മനസ്സിലാവാൻ പാടില്ലാത്തവർക്ക് കൃഷ്ണനാട്ടം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണനാട്ടത്തിൻ്റെ അതത് ദിവസത്തെ ഓരോ കഥയും ഓരോ രംഗം അനുസരിച്ച് തന്നെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള നോട്ടീസ് കൃഷ്ണനാട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. മുമ്പും കൃഷ്ണനാട്ടത്തിന് മുമ്പ് തന്നെ ഈ കഥ അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. നമ്മളത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് കൃഷ്ണനാട്ടത്തിന് കാണാൻ ഇരിക്കാറുള്ളത്. ഇപ്പോൾ ആ പ്രദർശിപ്പിക്കുന്നത് അതുപോലെയുണ്ട്. അതിൻ്റെ കൂടെ കഥ രംഗങ്ങൾ ഓരോന്നും വിവരിച്ചു കൊണ്ടുള്ള കഥ നോട്ടീസായിട്ട് ഭക്തർക്ക് കൊടുക്കണമുണ്ട്. അത് ഇംഗ്ലീഷിലുമുണ്ട് മലയാളത്തിലുമുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മെയ് 1 അവതാരം, മെയ് 2 ബാണയുദ്ധം, മെയ് 3 സ്വയംവരം, മെയ് 4 കാളിയമർദ്ദനം, മെയ് 5 ചൊവ്വാഴ്ചയാണ് കളിയില്ല, മെയ് 6 കംസവധം, മെയ് 7 വിവിധവധം, മെയ് 8 അവതാരം, മെയ് 9 ബാണയുദ്ധം, മെയ് 10 സ്വയംവരം, മെയ് 11 രാസക്രീഡ, മെയ് 12 ചൊവ്വാഴ്ചയാണ് കളിയില്ല, മെയ് 13 അവതാരം, മെയ് 14 ബാണയുദ്ധം, മെയ് 15 സ്വയംവരം, മെയ് 16 കാളിയമർദ്ദനം, മെയ് 17 കംസവധം, 18 വിവിധവധം, 19 ചൊവ്വാഴ്ചയാണ് കളിയില്ല, മെയ് 20 അവതാരം, മെയ് 21 ബാണയുദ്ധം, മെയ് 22 സ്വയംവരം, മെയ് 23 രാസക്രീഡ, മെയ് 24 സ്വർഗാരോഹണം, മെയ് 25 അവതാരം, മെയ് 26 ചൊവ്വാഴ്ചയാണ് കളിയില്ല, മെയ് 27 ബാണയുദ്ധം, മെയ് 28 സ്വയംവരം, മെയ് 29 കാളിയമർദ്ദനം, മെയ് 30 അവതാരം, മെയ് 31 ബാണയുദ്ധം. ഇത്രയാണ് മെയ് മാസത്തിലെ കൃഷ്ണനാട്ടം കളികൾ വരുന്നത്. ഭക്തർ തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി കൃഷ്ണനാട്ടം വഴിപാടായി നടത്താറുണ്ട്. ഓരോ കഥയ്ക്കും ഓരോ ഫലമുണ്ട് എന്നാണ് വിശ്വാസം. അതിനനുസരിച്ച് ദിവസം നോക്കിയിട്ട് കഥ ബുക്ക് ചെയ്യാവുന്നതും ആണ്. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടകലയായി കരുതപ്പെടുന്ന കൃഷ്ണനാട്ടം ഇന്നും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള പ്രത്യേക സംഘമാണ് അവതരിപ്പിച്ചു വരുന്നത്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്.